രണ്ടുപേരും എവിടെ പോയതാ? ഞങ്ങളിവിടെ ഒരു വീട് വരെ വന്നതാ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അച്ഛൻ്റെ മുൻ സുഹൃത്തിൻ്റെ കൂടെ പഠിച്ച. ആ മോൻ സുജിത്തിന്റെ കൂടെ പഠിച്ച അജിത്തല്ലേ? മോൻ ഇവിടാണോ താമസിക്കുന്നത്? ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, കുറച്ച് അങ്ങോട്ട് മാറി. സുജിത്ത് ഇപ്പോൾ എവിടെ? അവനിപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി. അജിത്തിന് ഇപ്പോൾ എന്താ ജോലി? പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല, കിട്ടുന്ന എല്ലാ പണിക്കും പോകും. ഓ, കൂലിപ്പണിയാണല്ലേ. അവനങ്ങ് അമേരിക്കൻ കമ്പനിയിൽ ലക്ഷങ്ങളാണ് ശമ്പളം മേടിക്കുന്നത്. പഠിക്കേണ്ട സമയത്ത് അവൻ പഠിച്ചു, ആ സമയത്ത് നീ മാവേ എറിഞ്ഞ് നടന്നു. അജിത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലാണോ? അവരൊക്കെ വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ആ, എന്നാൽ ഇടയ്ക്ക് മക്കളെ കൂട്ടി വീട്ടിലോട്ട് വാ. ഇതിൽ വണ്ടി പോകാൻ ഇടയില്ലാത്തതുകൊണ്ടേ കാർ അപ്പുറത്തിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകട്ടെ. ആ, ഇടയ്ക്ക് ഇറങ്ങണേ, പിള്ളേരെയും കൂട്ടി വരണം. ചേച്ചി, ഉം. സ്കൂളിൽ നിന്ന് ബുക്കും പുസ്തകം മേടിച്ച് വന്നിട്ടില്ലേ? ഉം. എനിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തരണേ. തരാടാ. ചേച്ചി, ഉം. അവിടെ ഒന്ന് നിന്നേ. എന്നാടാ? വഴി തെറ്റിപ്പോയോന്നൊരു സംശയം. വഴിതെറ്റി പോയതല്ല മോനെ, ഇവിടെ അടുത്ത് അച്ചാച്ചിയുടെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നുണ്ട്. നമുക്ക് അവിടെ വരുന്ന കയറിയിട്ട് പോവാം. അപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇല്ല, കൂട്ടുകാരൻ അങ്ങ് അമേരിക്ക ജോലിയാണ്. കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവരെപ്പോൾ വഴി വെച്ച് കണ്ടാലും പറയും നമ്മളാരും അങ്ങോട്ട് ചെല്ലുന്നില്ലെന്നുള്ള പരാതിയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് സ്കൂളിൽ പോവല്ലേ, അപ്പോൾ അവിടെ കയറി ആ അച്ഛനെ ഒന്ന് കണ്ട് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. നമുക്കൊക്കെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അച്ചാച്ചിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചതാണോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണേ.